വെൽക്കം ബാക്ക് ടു എവറസ്റ്റ് ടീം ബെൽറ്റേഡിംഗ്. നിങ്ങളുടെ കയ്യിൽ പഴയ ഫോൾഡാ നല്ല യൂസർ കണ്ടീഷനായ കൊണ്ടുവന്ന ബെസ്റ്റ് റേറ്റ് ആണ് എക്സ്ചേഞ്ച് കൊടുക്കുന്നത്. ഇറങ്ങിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല 1100 dirhams ഡിസ്കൗണ്ടിലാണ് സാധനം കൊടുക്കാൻ പോകുന്നത്. വിലക്കുറവിന്റെ മാലപ്പുറത്തുമായി വീണ്ടും എവറസ്റ്റ് ടീം ബെൽറ്റേഡ് നിങ്ങൾ മുന്നിൽ വന്നിട്ടുണ്ട്. അടിപൊളി ഓഫർ ആയിട്ട് ഐഫോൺ 17 Pro Max ഇറങ്ങിയപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ട് വില കുറഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ കൊണ്ടുവരാൻ വന്നത്. അതുപോലെ മക്കൾ നല്ല വില കുറവുണ്ട്. ഐഫോൺ 17 Pro വില കുറഞ്ഞിട്ടുണ്ട്, 17 Pro Max കുറവുണ്ട്. എയറിനൊന്നും പറയുന്നില്ല, ഒരു 1.5 വില കുറവാണ്. അതിന്റെ കൂട്ടത്തിന് ഓൾഡ് മോഡൽ അതായത് 17 Pro Max ഇറങ്ങിയപ്പോൾ 16 Pro 60 Pro Max അതായത് 50 Pro Max ഒക്കെ അതുപോലെ 15 അതുപോലെ 13 14 ഒക്കെ നല്ല വില കുറവുണ്ട്. അതിന്റെ കൂടെ തന്നെ സാംസങ് S25 Ultra S26 ഒക്കെ ഇറങ്ങാൻ പോവാണ്. അതുകൊണ്ട് തന്നെ 2 മാസത്തിന് ബാക്കിയുള്ളൂ. ഇപ്പം തന്നെ വില കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാങ്ങാൻ കാത്തിരുന്നൊക്കെ വാങ്ങാൻ പറ്റിയ ടൈമാണ്. തങ്ങളാ അടിപൊളി ഓഫർ കൊടുത്തൂടാ? നല്ല ഓഫർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അന്ന് അടിച്ചുപൊളി ഓഫർ കൊടുക്കട്ടാ. അപ്പൊ വില പറയുമ്പോൾ പ്രത്യേകം പറയാം, കാരണം ഇപ്പോഴും ആപ്പിളിന്റെ റേറ്റ് സ്റ്റേബിൾ അല്ല, കാരണം വില കുറയും കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോ ഇടുന്നത് 1-2 ദിവസം ഈ റേറ്റ് കിട്ടും. ഇനി ബൈ ചാൻസ് കുറഞ്ഞാൽ നിങ്ങൾക്ക് എരിയും കുറച്ച് തരും. അതെല്ലാം കൂടുകയാണെങ്കിൽ നിങ്ങളും ഒന്ന് സഹകരിക്കേണ്ടി വരും. എന്തായാലും 1-2 ദിവസം ഉള്ള സ്റ്റോക്ക് ഞങ്ങളുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ആദ്യം വരുന്ന ആൾക്കൊക്കെ ഈ റേറ്റ് കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പൊ ആദ്യം തന്നെ ഇറങ്ങുമ്പോൾ തന്നെ വാങ്ങണമെന്ന് ഒരുപാട് ആൾക്ക് ആഗ്രഹം ഉണ്ടാവും. പിന്നീട് വാങ്ങുന്ന ആൾക്കാർ ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ ഇറങ്ങുമ്പോൾ തന്നെ വാങ്ങാൻ ഒരുപാട് ആൾക്കാർ എന്തായാലും ആഗ്രഹിക്കുന്നതാണ്. ഒരു ഐഫോൺ 17 Pro Max ഒക്കെ ഇറങ്ങിയപ്പോൾ അപ്പോൾ തന്നെ വാങ്ങണം, ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉപയോഗിക്കണം എന്നൊക്കെ ഒരുപാട് ആൾക്ക് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ആഗ്രഹമുള്ള ആൾ നേരെ ഒരു ബെസ്റ്റ് റേറ്റ് ഉണ്ട്. അതിന്റെ കൂടുതൽ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ യൂസ്ഡ് ഫോൺ ഏതായാലും ബെസ്റ്റ് സാധനമാണെങ്കിൽ നേരെ കൊണ്ടുവന്ന് കണ്ടീഷൻ സാധനമുണ്ട്. കാരണം എനിക്ക് ഇത് റീസെല്ലാണ്, എന്നെ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നതാണ്, അവർക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ കയ്യിലുള്ള സാധനം നല്ല അടിപൊളിയായിട്ട് നോക്കുന്നതായിരിക്കും. കാരണം അപ്ന ചീസ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനം എന്തായാലും നിങ്ങൾ കണ്ടീഷൻ ആയിരിക്കും ഉപയോഗിക്കുക. ആ ഒരു ഫോൺ നിങ്ങൾ യൂസർ ഫോൺ കൊണ്ടുവന്നാൽ ബെസ്റ്റ് റിവ്യൂവിൽ ആരും തരാത്ത റേറ്റ് നിങ്ങളെ കയ്യിൽ ഞാൻ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ബ്രാൻഡ് മൊബൈൽ എക്സ്ചേഞ്ച് ബാക്കി ക്യാഷ് കൊടുത്ത് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് നമ്മൾ ലാഗ് ചെയ്യുന്നില്ല. നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നേരെ പോയി ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ തങ്ങൾ തുടങ്ങിക്കൂടാ. നമ്മൾ ചെറുത് മേലെ തന്നെ പോകാം. നമുക്ക് ഐഫോൺ 13 ഇപ്പോൾ വാറന്റി ഉള്ളതാണ്. വാറന്റി ഉള്ളത് മാത്രമേ പറയുന്നുള്ളൂ. 1 year വാറന്റി ഉള്ള സാധനം മാത്രമേ പറയുള്ളൂ. ഓക്കെ, ഐഫോൺ 128 ഓക്കെ വന്നോ. ഐഫോൺ 13 128 എത്ര കൊടുക്കാം? നമ്മൾ 1575 കൊടുക്കാം. 1575 dirhamsന് 128 GB ആണ്. അതുപോലെ തന്നെ TDR സ്റ്റോക്ക് ആണ്. 1 year വാറന്റി കിട്ടും. ഓക്കെ, ഇതന്നെ നമുക്ക് 40 പോയാലോ? 40 പോയി കഴിഞ്ഞാൽ നമ്മളെ ചാനലല്ലേ, നമ്മളെ ചാനലാകുമ്പോൾ നമ്മൾ സ്പെഷ്യൽ തന്നെ കൊടുക്കും. നമ്മുടെ ചാനലാകുമ്പോൾ ഒന്നും കൂടി വില കുറച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വില കൂടുതൽ നമ്മുടെ ഷോപ്പിൽ പറയുകയാണ്, കാരണം എല്ലാവരും കൊടുക്കുന്നില്ല. ഇത് സ്പെഷ്യൽ റേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നേരെ എന്താ ഈ റേറ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇന്ന വീഡിയോ കണ്ടിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടും. അപ്പോൾ നിങ്ങൾ എത്ര കൊടുക്കാം? 1775 1775 dirhamsന് നല്ല അടിപൊളി ഐഫോൺ 17 നിങ്ങൾക്ക് ഐഫോൺ 14 നിങ്ങൾക്ക് 17 പറഞ്ഞു അതിന്റെ വായിൽ വരുന്നുള്ളൂ. ഐഫോൺ 14 128 GB വാങ്ങാം തങ്ങളെ. അപ്പൊ അടുത്ത് നമുക്ക് 15 എത്ര കൊടുക്കാം? 15 നമ്മള് 2000 ഓക്കെ 2000 കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് 2000 ആണ്. നല്ല അടിപൊളി റേറ്റ് കൊടുത്തു. ഇപ്പൊ എത്ര കൊടുക്കാം? 1950 വീണ്ടും 50 കുറച്ചു. 1950 dirhamsന് ഐഫോൺ 15 1 year വാറന്റി ഉള്ള കിടു സാധനം വാങ്ങാം. ഇത് കഴിഞ്ഞ പോലെ 256 ഉണ്ട്. 256 എത്ര കൊടുക്കാം? 256 2450 256. അതിന്റെ കഴിഞ്ഞാൽ 50+ ഉണ്ടോ? 15+ കൊടുക്കാം. 2300 കൊടുക്കാം. 2300 15+ 128 GB കൊടുക്കാം. അതിന് 256 GB ആണെങ്കിലോ? 256 ആണെങ്കിൽ 2750 512 512 ഇല്ല. ഓക്കെ, 50 Pro Max എത്ര കൊടുക്കാം? 15 Pro Max TR ബ്ലൂ കളർ കിടക്കാച്ചി പ്രൈസിന് കൊടുക്കാം. 50 Pro Max നമ്മൾ ഒരുപാട് ആൾക്കാർ അറിയുന്നതാണ്. ഇപ്പോഴും 50 Pro Max യൂസറിന്റെ വില കുറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പുതിയതിന്റെ വിലയും നമ്മൾ ഐഫോൺ 16 ഒക്കെ ഇറങ്ങുമ്പോൾ 15 കുറയേണ്ടതാണ്. പക്ഷേ ഇതുവരെ കുറയാതെ ഇങ്ങനെ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിന്നു. ഇപ്പൊ 17 ഇറങ്ങിയപ്പോൾ ഒന്ന് വില കുറഞ്ഞിട്ടുണ്ട്. വലിയ കുറവൊന്നുമില്ല. ഇപ്പോഴും അറിയുന്ന ആൾക്കറിയാം 50 Pro Max യൂസ്ഡ് എടുക്കുന്നതാണെങ്കിൽ തന്നെ 3000 1200 മുകളിലാണ്. ഇപ്പോൾ 50 Pro Max നല്ല കണ്ടീഷനിലെ സാധനം കിട്ടുന്നുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് യൂസ്ഡ് വേണ്ട പുതിയ ബ്രാൻഡ് നിങ്ങൾക്ക് 1 year വാറന്റി ഉള്ള അത് TDR സ്റ്റോക്ക് കൊടുക്കുന്നത് വെറും 3700 കൊടുക്കാം. 3700 കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, 256 GB. തങ്ങൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 60ലേക്ക് പോവാം. 60ലേക്ക് വന്നോട്ടെ. 16 എത്ര കൊടുക്കാം? 16 128 നമ്മൾ പൊളിക്കാൻ പോകുന്നതാണ്. അപ്പൊ നമ്മൾ നേരെ മുന്നേ വർഷത്തെ സാധനമാണ്. ഐഫോൺ 16 128 എത്ര കൊടുക്കാം? 2400 വെറും 2400 dirhamsന് 128. 256 ആണെങ്കിൽ 2750 2750. ഇതന്നെ 16+ ആണെങ്കിൽ 16+ ആണെങ്കിൽ അതിലും തകർത്താ വെറും 50 dirhams കൂട്ടിയാൽ മതി. 2450 ബിഗ് സ്ക്രീനും കാര്യങ്ങളൊക്കെ വേണ്ടിക്കണം. ഇത് 16 കൊടുക്കുന്നത് 2400 ആണെങ്കിൽ 16+ കൊടുക്കുന്നത് വെറും 2450 dirhamsന് 128. അതിന് 256 GB ആണെങ്കിൽ 256 ആണെങ്കിലും അത് കുറച്ച് കൂടുതലാണ്. 3200. ഓക്കെ, 3200. അത് വലിയൊരു കുറവാണ്. 128 നല്ല കുറവാണ് കേട്ടോ. ആർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 15 16 60+ എല്ലാം അടിപൊളി സാധനമാണ്. ഓക്കെ തങ്ങളെ, ഇതന്നെ നമ്മള് 16+ എത്തി. ഇനി 60 Pro-ലേക്ക് പോയാലോ? 3600 കൊടുത്തേക്ക്. 3600 128. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നത് അടുത്ത വർഷം വില കുറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം 15 കൊണ്ട് പറഞ്ഞ പോലെയാണ്. വലിയൊരു കുറവൊന്നും അങ്ങനെ വരുന്നില്ല. കാരണം 2 കാരണമുണ്ട്. സിമ്മാണ് ഒരു വിഷയം. സിം എത്ര തന്നെയായാലും
ഞാൻ മുന്നേ പറഞ്ഞിട്ട് 80% ആൾക്കാർ സിം അക്സെപ്റ്റ് ചെയ്യും, സിം ഇല്ലാതെ ഉപയോഗിക്കാൻ വേണ്ടി. പക്ഷേ 20% ആൾ ഒന്ന് ലേറ്റ് ആയിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകും. നിങ്ങൾക്ക് ഈ സിം ഉപയോഗിക്കേണ്ടി വരും. ഏകദേശം 99% അങ്ങനെയാണ്. പക്ഷേ അപ്ഗ്രേഡ് ആകാൻ ചില ആൾക്ക് പെട്ടെന്ന് അപ്ഗ്രേഡ് ആവും, ചില ആൾ ഒന്ന് ടൈം എടുക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ടൈം എടുക്കുന്ന ആൾ ഇപ്പോൾ 16 തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ 16 Pro ആയിരിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ 128 GB എത്ര കൊടുക്കാം? 3600 GB, സോറി 3600 ദിർഹംസിന് 128 GB 256 ആണെങ്കിലോ 4100 4100 ദിർഹംസിന് കൊടുക്കണം. ഇത് നമുക്ക് 512 ആണെങ്കിലോ 4750 4750. ഓക്കെ, ഇതന്നെ 16 Pro Max ആണെങ്കിലോ മാക്സ് ആണ് നമുക്ക് ഇപ്പൊ തകർക്കാൻ പോകുന്നത് 4250 4250 കഴിഞ്ഞ വീഡിയോ നമ്മൾ 4350 ഇട്ടിരുന്നു. അതിന് മുന്നത്തെ വീഡിയോ 4450 ആയിരുന്നു. കാരണം 60 Pro Maxന് വില കുറഞ്ഞിട്ട് കൂടിയതാണ്. ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഒരു 4250 ദിർഹംസിന് 256 GB കിട്ടും. ഇതന്നെ 512 ആണെങ്കിലോ 4850 4850 നിങ്ങൾക്ക് 60 Pro Maxും 512 വാങ്ങാം. ഇതൊന്നും വേണ്ട, ഞങ്ങൾ നേരെ 70ലേക്ക് പോയാൽ നമുക്ക് 70 തന്നെ പോവല്ലേ. അപ്പൊ ഞങ്ങളെ 70ന്റെ വില പറഞ്ഞിടാ. 70 നമുക്ക് തുടങ്ങാം. ഓക്കെ, 256 നമ്മൾ 128 ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇനി 256 മുതലാണ് 70 സ്റ്റാർട്ട്. 256 എത്ര കൊടുക്കാം? അതായത് ഈ സിം 2 സിമ്മുള്ള ജപ്പാൻ സ്പെക് നമുക്ക് 3150 കൊടുക്കാം. 3150 കൊടുക്കാം. ഓക്കെ, 3150 ദിർഹംസിന്. ഞാൻ മുന്നേ പറഞ്ഞു 70 എല്ലാ മുതലിനും വില കുറഞ്ഞിട്ടുണ്ട്. 70 3150 256. ഇതാണ് 512. ഇത് 512 ജപ്പാൻ ആണെങ്കിൽ 4000 രൂപ വരും. 4000 ദിർഹംസിന് 512 കിട്ടും. ഇനി ഇതൊന്നും വേണ്ട ഞങ്ങളെ ഇതിന് സ്പെഷ്യൽ ആയിട്ട് ഒരു സംഭവം ഇറങ്ങിക്കളി. ഇപ്പോ അതാ എയറിനാ നമ്മള് എന്താ വെച്ചാൽ ഇത്രയും സ്ലിം ഉള്ള ഫോൺ. ഓക്കെ, സ്ലിം ഫോണാണ് മക്കളെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ്ഡ് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വാങ്ങണമെന്നൊന്ന് ചിന്തിച്ചു. യൂസ്ഡ് വാങ്ങണോ അതല്ല ഈ ഒരു മുതൽ. കാരണം ബ്രാൻഡ് ന്യൂ തന്നെ 1 year വാരണ്ട് യൂസറിന്റെ വിലനെക്കാളും കുറച്ചിട്ട് നിങ്ങൾക്ക് തരാൻ പോവാണ്. അപ്പോൾ യൂസ്ഡ് വേണോ അതല്ല ഇത് വേണോ, ഒരു ഓപ്ഷൻ. രണ്ടാമത് പല ആൾക്കാർ ചോദിക്കുകയാണ് ചെറിയ പൈസക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഫോൺ ഉണ്ടോ എന്നൊക്കെ ചില ആൾ ചോദിക്കുന്നതാണ്. അങ്ങനെയുള്ള ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ കല്യാണം ഉറപ്പിച്ച ആൾക്കാർക്ക് ഉണ്ടാവല്ലോ, എന്നാൽ അതല്ല നമ്മളെ വൈഫിന് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റിയൊരു മൊബൈലാണ്. വിലയും നല്ല കുറഞ്ഞിട്ടും. ഇപ്പോൾ സ്റ്റോറിലെ റേറ്റ് എല്ലാവർക്കും അറിയാം 4300 പക്ഷെ ഞങ്ങളെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 4300 അല്ല. നിങ്ങൾക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടുന്നില്ല? തങ്ങൾ നമുക്ക് മാക്സിമം എത്ര ഡിസ്കൗണ്ട് ചെയ്യാം? 1100 ദിർഹംസോളം. 1100 ഇറങ്ങിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. ആ ഒരു മുതൽ നിങ്ങൾക്ക് 1100 ദിർഹംസ് ഡിസ്കൗണ്ടിലാണ് തരാൻ പോകുന്നത്. ഐഫോൺ എയർ 1 year വാറന്റി ഉള്ള 256 GB വെറും 3200 ദിർഹംസ്. 256 512 ആണെങ്കിലോ 512 ആണെങ്കിൽ 4150. 4150 1 TB ആണെങ്കിലോ 1 TB ആണെങ്കിൽ 4950. 4950. അപ്പൊ ബെസ്റ്റ് റേറ്റ് ആണ് തന്നെ. അതൊന്നല്ല ഞങ്ങൾ ഇനി പ്രോയിലേക്ക് പോവാം. പ്രോയിലേക്ക് നമുക്ക് പോകുന്നത്. നമുക്ക് പിന്നെ ഇതിൽ പറയണമെന്ന് വെച്ചാൽ USA കിട്ടും. നമ്മൾ USA കൊടുക്കുന്നില്ല. USA സാധനം വരുന്നുണ്ട്. USA ഒരു 100-200 ദിർഹംസിനൊക്കെ വില ഇനിയും കുറയും. അതുപോലെ തന്നെ പരമാവധി നിങ്ങൾ US വാങ്ങാതെ, ഞാൻ പല വീഡിയോയിലും പറയുകയാണ് US ട്രസ്റ്റ് കുറവാണ്. അതായത് നിങ്ങളിപ്പോൾ വാങ്ങുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഒരു 2 മാസം 3 മാസം ഒക്കെ കഴിയുമ്പോൾ ലോക്കിന്റെ വിഷയം ഒരുപാട് വരുന്നു. ബാക്കി കണ്ടിരുന്നു ഇത്രത്തോളം റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ US ഏകദേശം നല്ലോണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വാങ്ങാണ് 100-200 അധികം കൊടുത്തിട്ട് ജപ്പാനോ അല്ലെങ്കിൽ TRO അല്ലെങ്കിൽ വായിക്കോ, അങ്ങനെ പ്രശ്നമില്ല. അതുപോലെ UK കംപ്ലൈന്റ് വരുന്നുണ്ട്. UK അതുപോലെ തന്നെ US അങ്ങനെ 2-3 കൺട്രീന്റെ സാധനം എടുക്കുമ്പോൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. അതിനൊക്കെ ഞാൻ ഈ പറയുന്നതിനെക്കാളും 100-200 വില കുറച്ചിട്ട് കിട്ടും. ഈ ഓൺലൈൻ സൈറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ ചില സ്ഥാപനങ്ങൾ വില കുറവുന്നതായിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ വിൽക്കുമ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഏതാ രാജ്യം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി പ്രോയിലേക്ക് പോയിക്കൂടാ? പ്രോയിലേക്ക് പോവാം. ഓക്കെ, 17 Pro എത്ര കൊടുക്കുക? 17 Pro എന്താ ചെയ്യുക? 17 Pro നല്ല വിലക്ക് നമ്മൾ 17 Pro നമ്മൾ കഴിഞ്ഞ വീക്കിൽ കണ്ട ആൾക്കാർ ചിലപ്പോൾ ഈ വീക്ക് പറയുക കഴിഞ്ഞ വീക്കിൽ ചെങ്ങായി വില കുറച്ചിട്ടാണ്. എന്താണ് ഇങ്ങനെ വില കൂട്ടിയത് പറയരുത്. കാരണം അതുകൊണ്ടാണ് മുന്നേ ഒരു വാക്ക് പറഞ്ഞത്. ചില സമയത്ത് വില മുകളിലോട്ട് പോകുന്നുണ്ട്, ചില സമയത്ത് താഴോട്ട്. കഴിഞ്ഞ വീക്കൊക്കെ മാക്സിമം നമ്മൾ സ്റ്റോറിനെക്കാട്ടെ 200-300 ദിർഹംസ് അധികത്തിനാണ് കൊടുത്തത്. 500 ദിർഹംസ് വരെ അധികമായിരുന്നു. ഇത്തവണ മാക്സ് നല്ലോണം വില കുറഞ്ഞിട്ടുണ്ട്. അതേ സ്ഥാനത്ത് പ്രോയിന് കഴിഞ്ഞ വീക്കിൽ കൊടുത്തതിനെക്കാളും 300-400 കൂടുകയാണ് ചെയ്ത്. എന്നാലും സ്റ്റോറിനെക്കാളും വില കുറവായിരിക്കും. സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4700 കൊടുക്കണം. അതേ സ്ഥാനത്ത് നമുക്ക് എത്ര കൊടുക്കാം? 4600 കൊടുക്കാം. 4600 സ്റ്റോറിനെക്കാളും 100 ദിർഹംസ് കുറച്ചിട്ട് 4600 256 വാങ്ങാം. അതാണ് 512 ആണെങ്കിൽ 5250. 512 1 TB ആണെങ്കിൽ 6000 ദിർഹംസിന് 1 TB വാങ്ങാം. അതൊന്നും വേണം. മാക്സിലേക്ക് പോകണമെങ്കിലോ? മാക്സിലേക്ക് പോകുകയാണെങ്കിൽ 2 TB വരെ ഉണ്ടല്ലോ. 2 TB ഉണ്ട്. 256 നമുക്ക് 256 നമ്മള് നല്ല റേറ്റ് കൊടുക്കല്ലേ? കൊടുക്കാം. ബ്ലൂ കളർ നമുക്ക് കൊടുക്കാം. ബ്ലൂ കളർ. അപ്പോൾ കളർ എല്ലാവർക്കും അറിയാം 3 കളറാണ് വരുന്നത്. കളർ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു 100-200 ദിർഹംസിന് വ്യത്യാസം പൊതുവെ വരാറുണ്ട്. ആ ഒരു ടൈമിൽ ഇപ്പോൾ 1-2 മാസം വരെ ആ ലെവലിലാണ് പോവുക. അതുകൊണ്ട് കളർ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ടിംഗ് റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ. കളർ ഡിപ്പെൻഡ് ചെയ്ത് അധികം ഓറൊന്നുമില്ല. ചില 50 ദിർഹംസ്, ചില 100, ചിലപ്പോൾ 200 ഇത്രയും വ്യത്യാസം വരുന്നത് കളർ ഡിപ്പെൻഡ്. അപ്പോൾ നമ്മൾ ബ്ലൂ കളർ ഏറ്റവും വില കുറഞ്ഞിട്ട് ബ്ലൂ അല്ല കൊടുക്കുന്നത്. ബ്ലൂ കളർ നമുക്ക് എന്താക്കാം 300 ദിർഹംസ് കുറച്ചിട്ട് കൊടുക്കാം. 4800 4800 സ്റ്റോർ റേറ്റിനെക്കാട്ടും 300 ദിർഹംസ് കുറച്ചിട്ട്. അത് നോൺ ആക്റ്റീവ് ആയിട്ട്. ഇതൊക്കെ നോൺ ആക്റ്റീവ് ജപ്പാൻ TR ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. അതേ സംഭവം നിങ്ങൾക്ക് ഈസി മുട്ട് ഉപയോഗിക്കുന്ന 2 ഈസി മുട്ട് ഉപയോഗിക്കാം. ആ ഒരു മുതലാണ് നിങ്ങൾക്ക് തരുന്നത് വെറും 4800. പിന്നെ
സിൽവർ ആണെങ്കിലോ 4900, ഓറഞ്ച് ആണ് 5000. എല്ലാം നിങ്ങൾക്ക് സ്റ്റോർ ആക്കാൻ കുറവ് തന്നെയാണ്. ഇതിനകത്ത് 100 ദിർഹംസ് വ്യത്യാസത്തിൽ നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഓറഞ്ച് വണ്ടിക്കുണ്ടെങ്കിൽ അതിലൊരു 100 ദിർഹംസ് വ്യത്യാസം. ടോട്ടൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് സ്റ്റോർ 5100 നിങ്ങൾക്ക് 100, 200, 300 ദിർഹംസ് കുറച്ചിട്ട് കൊടുക്കും. ഓക്കെ, ഇതാണ് 512 ആണെങ്കിലോ 512 ആണ്. എല്ലാ കളറും 5850. ഓക്കെ, ഓൾ കളർ നിങ്ങൾ കളർ വ്യത്യാസം കാര്യമൊന്നുമില്ല, ഒറ്റ വില കൊടുക്കാം. നമ്മൾ കുറച്ച് കൊടുക്കും. അത് ഞാൻ ആദ്യം വീണ്ടും പറയാണ്, മാർക്കറ്റ് ആണ്, സ്റ്റേബിൾ അല്ല. കുറഞ്ഞാൽ 100% നിങ്ങൾക്ക് ഇനിയും കുറച്ച് തരും. അതെല്ലാം കൂടുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, ഒരു എക്സ്ക്യൂസ് മുന്നേ പറയുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ടാണ് ചില ഈ സ്റ്റേബിൾ ഇപ്പോൾ ആയിട്ടില്ല, ഡിമാൻഡ് ആണ് കാര്യം. മാർക്കറ്റ് ചില സാധനം നല്ലോണം വരികയാണെങ്കിൽ നിങ്ങൾക്ക് വില കുറച്ചാൽ സാധിക്കും. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡ് തന്നെയാണ്. ഇപ്പോൾ സ്റ്റോറിലൊന്നും അവൈലബിൾ അല്ല. എന്നാൽ ഞങ്ങളുടെ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. ഈ സ്റ്റോക്ക് തീരുന്ന നേരം ഞാൻ ഈ പറഞ്ഞ റേറ്റിന് കിട്ടും. ഓക്കെ, 5850 ദിർഹംസിന് 512. ഇതന്നെ 1 TB ആണെങ്കിലോ 1 TB ആണെങ്കിൽ നമുക്ക് 6900 കൊടുക്കാം. 6900 ആപ്പിൾ സ്റ്റോറിന്റെ അതേ വില, അതേ റേറ്റിന് 1 TB 100 പിന്നെയും കൊടുക്കാം. ഓക്കെ, 600. 2 TB ആണെങ്കിലോ 2 TB 8000 ദിർഹംസ്. 8000 ദിർഹംസ് 2 TB വാങ്ങാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മൾ ഐഫോൺ പറഞ്ഞില്ല, സാംസങ് സാംസങ് മോഡൽ പറയാം. കാരണം നമ്മൾ ഫോൾഡ് 7 നമുക്ക് 256 5250 കൊടുക്കാം. ഫോൾഡ് 7 അപ്പൊ മോള് താഴോട്ട് കയറാം. ഫോൾഡ് 7 ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ ഫോൾഡ് 7 ആണ്. 256 കൊടുക്കാം. 5250. 5250 5250 256. 512 5700. 5700 5700. 1 TB 1 TBക്ക് 6700. 6000 ദിർഹംസ്. 67 6700 6700 1 TB. ഇത് നമുക്ക് ഫോൾഡ് 6 ആണെങ്കിൽ 4200 കൊടുക്കാം. 4200 4200 ഫോൾഡ് 6 ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്ന കാണാം. കാരണം ഫോൾഡ് 7 ലാസ്റ്റ് ഇറക്കിയത്, അതിന്റെ മുന്നത്തെ വർഷത്തെ സാധനം ഫോൾഡ് 6. അങ്ങനെ വേണ്ടവർക്ക് ഇത് എടുക്കാം. അതെല്ലാം ഒരു 1000 ദിർഹംസ് എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോൾഡ് 7 വാങ്ങിപ്പോകാൻ സാധിക്കും. അതെല്ലാം ഫോൾഡ് 6 വേണ്ടാക്ക് 4200 സാംസങ്ങിന്റെ എടുക്കുമ്പോൾ പ്രത്യേകം പറയാം, ഞങ്ങൾ എടുത്ത് സാംസങ് എന്നല്ല, ഐഫോൺ ഒഴികെ വേറെ ഏത് മോഡൽ എടുക്കുകയാണെങ്കിലും TR മാത്രമേ ഇവിടെ ലഭിക്കുള്ളൂ. TR സാധനം തന്നെ സാംസങ് അല്ലാത്ത വേറെ ഏത് എടുക്കുകയാണെങ്കിലും ചോദിച്ചു വേണം. കാരണം വെച്ചാൽ ഐഫോണിൽ മാത്രമാണ് ഇന്റർനാഷണൽ വാറന്റി ഉള്ളൂ. വേറെ ഒരു മോഡലിനും വേറെ ഒരു ഫോൺ ഇന്റർനാഷണൽ ഇല്ല. അതുകൊണ്ട് തന്നെ TR ചോദിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാവും, ബെറ്റർ ആയിരിക്കും. പക്ഷേ ഐഫോണിനെ സംബന്ധിച്ചോളം ഐഫോണല്ല ഇന്റർനാഷണൽ ആണ്. നിങ്ങൾക്ക് ജപ്പാന്റെ എടുത്താലും ശരി, TR എടുത്താലും ഇന്ത്യൻ്റെ എടുത്താലും ഏതെടുത്ത് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ വാറന്റി കിട്ടും. ഐഫോണിന്റെ കാര്യത്തിൽ പേടി വേണ്ട. പക്ഷേ ഐഫോൺ ഒഴികെ വേറെ ഏത് ഫോൺ എടുക്കുകയാണെങ്കിലും നിങ്ങൾ TDR ലാബിൾ കറക്റ്റായിട്ട് TDR സ്റ്റിക്കർ ഉണ്ടോ നോക്കണം. എല്ലാ TDR എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളെ പറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഫോണിന്റെ അകത്തും വേണം, ഫോണിന്റെ പുറത്തും വേണം. ഇതൊക്കെ സ്റ്റിക്കറാണ്, നമുക്ക് ഒട്ടിക്കാൻ സാധിക്കും. പക്ഷെ അത് മാത്രമല്ല, ഫോണിന്റെ അകത്തുണ്ടോന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോൺ ഓൺ ആക്കി നിങ്ങൾ നോക്കുക TDR ആണോ. ഒരുപാട് ആൾക്കാർ ഫോൺ വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ അവിടുന്ന് പോയി ഇവിടുന്ന് പോയി. അപ്പോൾ ചില ആളൊക്കെ നമുക്ക് യൂസർ ഫോൺ ഇവിടെ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ പല ആൾക്കാർ വന്നിട്ട് 1 വർഷത്തിന് ശേഷമാണ് അവർ പോലും അറിയുന്നത് ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ച ഫോൺ TDR അല്ല. കാരണം ക്യാമറയിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്, ബ്രൈറ്റ്നസ് വ്യത്യാസം വരുന്നത്. അവിടെ TDR പരമാവധി ചോദിച്ചു വാങ്ങാം. പൈസ ഞാൻ മുന്നേ പറഞ്ഞു 50-100 ദിർഹംസ് TDR ഒക്കെ കൂടുതലായിരിക്കാം. പക്ഷെ അത് നിങ്ങൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. 150 കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഫോൺ കൊടുത്തിട്ട് ആനനെ വന്നാക്കി ആനന്റെ എന്താ പറയാ തോട്ടി എന്നല്ല അറിയാം. ഓക്കെ, തോട്ടി വാങ്ങുന്നതിന് ഒരു 50-100 ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 50-100 എക്സ്ട്രാ കൊടുത്തിട്ട് TDR തന്നെ ചോദിച്ചു വാങ്ങാം. ഓക്കെ, തങ്ങളെ 4200 കേട്ടോ വില പറഞ്ഞിട്ടില്ല. ഓക്കെ, 4200 24 ഇല്ല 24 അല്ല 5 നമുക്ക്. ഓക്കെ, 25 അൾട്രാ 1 TB നമുക്ക് കൊടുക്കാം 4400. ആദ്യം മോള് താഴോട്ട് വരില്ല. 1 TB കൊടുക്കുന്നത് 4400 ദിർഹംസിന് 1 TB 512 3550. 3550 512. അതിനെന്താ 256 പോളിച്ചാലേ 3000 കൊടുത്തേക്കുന്നത്. 3000 വെറും 1 ദിർഹംസും കുറച്ചാൽ പറയാൻ ഒരു സുഖമാണ്. 2990, അതായത് 3000 ദിർഹംസിന് എനിക്ക് 256 GB S25 അൾട്രാ കിട്ടും. ഇതന്നെ തങ്ങളെ S25 അൾട്രാ പറഞ്ഞു. പിന്നെ S24 അൾട്രാ ആണെങ്കിൽ S24 അൾട്രാ ആണെങ്കിൽ നമുക്ക് 256 കൊടുക്കാം 2750. അപ്പൊ 2750 ദിർഹംസിന് നമുക്ക് S24 അൾട്രാ എടുക്കാം. തങ്ങളെ S24 അൾട്രാ ഇത് നമ്മൾ 250 ദിർഹംസിന് വ്യത്യാസമുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിക്കോ ഏതാണ് നിങ്ങളെ ചോയ്സ്. കാരണം ഇപ്പൊ 24 അൾട്രാ ഇപ്പൊ അടുത്ത് സ്റ്റോപ്പ് ആവും. കാരണം പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റിൽ സാധനം ഇല്ല. അതുകൊണ്ടാണ് വില കൂടുതൽ. അല്ലാണ്ട് ഇതിന് വില കൂടിയതല്ല, മാർക്കറ്റിൽ സാധനം ഇല്ലാത്തതിന്റെ പേരിൽ. അപ്പൊ നിങ്ങളെ ചൂസ് ചെയ്ത് ഞങ്ങള് പറയല് ഞങ്ങളെ ബാധ്യതയാണ്. ഇതിന് 3000 നേരം, ഇത് നിങ്ങൾക്ക് 2750. പക്ഷേ ചില ആൾക്ക് 24 അൾട്രാ തന്നെ വേണമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇത് വാങ്ങാം. പക്ഷേ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. 512 എടുക്കുകയാണെങ്കിൽ S24 അൾട്രാ നല്ല വില കുറവുണ്ട്. 512 എത്ര കൊടുക്കാം? 3050 കൊടുക്കാം. 3050 ദിർഹംസിന് നല്ല വയലറ്റ് നല്ല വയലറ്റ് കളർ നിങ്ങൾക്ക് 512 GB S24 അൾട്രാ. അതൊന്നും അല്ല, ഒന്ന് വില കുറഞ്ഞിട്ട് S24 FE നമുക്ക് 1500 എല്ലാ കളറും കൊടുക്കാം. 1500 ദിർഹംസിന് S24 FE 256 GB, അതും TDR തന്നെയാണ്. 1 ഇയർ വാറന്റി ഉള്ളത്. വെറും 1500 ദിർഹംസിന് കൊടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ഫോണൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞിട്ട് 15C ഒക്കെ ഏറ്റവും 5G വില കുറഞ്ഞിട്ട് 550 ദിർഹംസ് ഒക്കെ ഉള്ളത് 256 GB. അങ്ങനെ 5G മൊബൈൽ വില കുറഞ്ഞിട്ട് വേണമെങ്കിൽ അതുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വേറെ സാംസങ് അതേ ഹോണർ എല്ലാ മോഡലും ഞങ്ങളുടെ അവൈലബിൾ ആണ്. അപ്പൊ ഒക്കെ വില നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ തെറ്റിപ്പോയിക്കണം. കാരണം ഉപ്പും മുളകും എരിവും എല്ലാം ഒരുമിച്ച് കൂടുന്ന വായാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയിട്ട് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം. വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല, ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് അത് തെറ്റാലും
ശരിയായാലും എന്തെങ്കിലും നിങ്ങൾ ചോദിക്കുക സംശയം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഒരു കമന്റ് ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് ഇട്ട് തരാം, ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്ര നമുക്ക് പോയിക്കൂടാ. അപ്പോൾ നമ്മൾ ഇതുവരെ സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയണം. അപ്പോൾ നമ്മൾ ചാനൽ ഫോളോ ചെയ്യാം. വീണ്ടും കാണാം. അതുവരെയും